ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അടിപൊളി പടവലം വെച്ച് അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പടവലം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 കപ്പലമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കടലപ്പരിപ്പും ഒരു 100 കടലപ്പരിപ്പ് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഇതിനാവശ്യം. ഇനി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബോള അരിഞ്ഞതും കപ്പൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ട് കൈ വിടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. കുക്കറിൽ 2 വിസിൽ വിട്ടാൽ മതിയാവും. ഇനി നന്നായിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച പടവലം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടപ്പിട്ടൊന്ന് മൂടി കൊടുക്കാം. അപ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ മക്കൾ ഈ കടലപ്പരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.